ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷമീർ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ചെമ്പരത്തി പൂവിൽ നിന്നും എങ്ങനെ ഒരു അടിപൊളി സ്ക്വാഷ് ഉണ്ടാക്കാമെന്നാണ്. ഇത് വളരെ ഹെൽത്തി ആയൊരു സ്ക്വാഷാണ്. അപ്പോൾ സ്ക്വാഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടി 1 ലിറ്റർ വെള്ളം ഞാൻ ഒരു പാനിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 1 ലിറ്റർ വെള്ളത്തിന് 3 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. ഇത് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതള് ഞാൻ മാറ്റിയെടുത്തതാണ്. ഒരു 50 ചെമ്പരത്തിപ്പൂവുണ്ട്. ഇതിൻ്റെ ഇതള് മാത്രമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇതള് മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല റെഡ് കളറുള്ള ചെമ്പരത്തിയാണ് എടുക്കേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നാരങ്ങയാണ്. ഞാനിവിടെ 5 നാരങ്ങയുടെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇപ്പോൾ ചേർക്കേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചെമ്പരത്തിയുടെ കളറല്ല ഈ വെള്ളത്തിലേക്ക് ഇറങ്ങണം. അപ്പോൾ അതുവരെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാടൊന്നും തിളപ്പിക്കേണ്ട ആവശ്യമില്ല. വെള്ളം തിളച്ചത് കാരണം പെട്ടെന്ന് ഈ ചെമ്പരത്തിയുടെ കളറല്ല നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ആയി കിട്ടും. ഇപ്പോൾ ചെമ്പരത്തി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കളറെല്ലാം നമ്മുടെ വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ബീട്രൂട്ടിൻ്റെ ഒരു കളറാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ കളർ ചേഞ്ച് ആവും. നല്ല ചെമ്പരത്തിപ്പൂവിൻ്റെ കളർ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വാങ്ങി വെക്കാം. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇത് അരിച്ച് മാറ്റണം. ഈ ചെമ്പരത്തിൻ്റെ പൂവെല്ലാം ഇതിൽ നിന്ന് മാറ്റണം. അതിന് വേണ്ടി നമുക്കൊരു ബൗൾ എടുക്കാം. എന്നിട്ട് ഒരു സ്ട്രൈനർ വെച്ച് ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കണം. ഞാനിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സ്ക്വാഷ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ്. നമ്മൾ പുറത്ത് പോയി ക്ഷീണിച്ച് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ സ്ക്വാഷ് ഉപയോഗിച്ച് ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. ഇത് വളരെ ടേസ്റ്റി ആയ ഒരു ജ്യൂസാണ്. ഇപ്പം ഇത് നന്നായി ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിൻ്റെ കളർ ഒരു ബീട്രൂട്ടിൻ്റെ കളറാണ്. അപ്പോൾ ഇനി ഇത് ചെമ്പരത്തിപ്പൂവിൻ്റെ കളറായി മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതൊരു മാജിക് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനു വേണ്ടി ഇപ്പം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 5 ലെമണിൻ്റെ ജ്യൂസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, കളർ മാറി വന്നത്. ഇപ്പം നല്ല റെഡ് കളറായി. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ചെറിയൊരു മാജിക് ആണെന്ന്. ഒരു ഗ്ലാസ്സിലേക്ക് 1/4 ഭാഗം ഈ സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കാം. ബാക്കി ഭാഗം നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബും ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചെമ്പരത്തി സ്ക്വാഷ് കൊണ്ടുള്ള അടിപൊളി ചെമ്പരത്തി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് ചെമ്പരത്തി സ്ക്വാഷ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഈ ചൂടുകാലത്തൊക്കെ വളരെ ഉപകാരപ്രദമായൊരു സ്ക്വാഷ് തന്നെയാണിത്. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി ഇതുപോലുള്ള അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.